പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 347 ദിവസം, ഈ മാസത്തെ 13 ദിവസം, അതായത് വാരാന്ത്യം ശനിയാഴ്ച, അതായത് ഡിസംബർ 13, 2025 ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് രക്ഷ പ്രാപിക്കുവാനുള്ള ഒറ്റമൂലി. രക്ഷ പ്രാപിക്കുവാനുള്ള ഒറ്റമൂലി എന്താണ്? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു എന്ന് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26 ഇത് പറയുന്നുണ്ട്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ 3 ഘടകങ്ങൾ ഉള്ളതായി കാണുവാൻ കഴിയും. 1, അവനെ നിലത്തെ പൊടിയിൽ നിന്നും എടുത്തു. 2, അവനിൽ ജീവശ്വാസം ഊതി. 3, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ 3 ഘടകങ്ങൾ മനുഷ്യന്റെ ദേഹത്തെയും ആത്മാവിനെയും ദേഹിയെയും സൂചിപ്പിക്കുന്നതാണ്. ദൈവം പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാണ്. നാം എന്ന് പറയുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ തൃത്വമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന്റെ ശിഷ്യനായ പ്ലേറ്റോ പറയുന്നത് മനുഷ്യന്റെ ഭൗതിക ശരീരം നശിച്ച ശേഷവും ആത്മാവ് അനശ്വരമായി നിലകൊള്ളുന്നു എന്നാണ്. മനുഷ്യൻ കേവലം ജഡമല്ല, അവനിൽ അദൃശ്യമായ ആത്മീക ജീവൻ കുടികൊള്ളുന്നു എന്നാണ്. ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച് ഫലസമൃദ്ധമായ ഏദൻ തോട്ടത്തിലാക്കിയ ശേഷം അവനോട് പറഞ്ഞു, തോട്ടത്തിന്റെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന്. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ഫലം ഭക്ഷിക്കുകയും അങ്ങനെ മനുഷ്യന്റെ ആത്മാവിന് മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് നാം 3-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദാമ്യ പാപത്തിന്റെ ഫലമായി മരണം തലമുറയിലേക്ക് വ്യാപിച്ചു. പാരമ്പര്യ ജീനുകളുടെ പാരമ്പര്യ സ്വഭാവങ്ങളും രോഗങ്ങളും ഉള്ളതുപോലെ തന്നെ മരണവും സന്താന പരമ്പരയിലേക്ക് വ്യാപിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകും. BC 1400 മോശയാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തിയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് സമകാലീന ഗ്രന്ഥമായ ഇയ്യോബിന്റെ പുസ്തകത്തിൽ താൻ ചോദിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വീണ്ടും താൻ പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നുവെന്ന് ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ലും 19-ന്റെ 25 മുതൽ 27-ന്റെ ആദ്യം വരെയും പറയുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. യോബിന്റെ ചോദ്യത്തിന് ഉത്തരം പുതിയ നിയമം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനാകും. ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ മരണത്തിനപ്പുറം നമ്മുടെ കർത്താവ് നമ്മെ ചേർത്തുകൊള്ളുവാൻ
വരുമെന്നുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടാവണം. അതിനായി നാം ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറയേണ്ടത് അനിവാര്യമാണ്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം അസന്ദിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ ശ്ലീഹായും സാക്ഷിക്കുന്നു. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ശത്രുവാണ് മരണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരണത്തെ ജയിച്ച് കീഴടക്കി കല്ലറയിൽ അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് പരിശുദ്ധനായ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. നാം ഇതൊക്കെയും മനസ്സിലാക്കുന്ന അവസരത്തിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുവാനായിട്ട് ഉള്ള ഒറ്റമൂലി ആണ് ഇതൊക്കെയും ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് മാർക്കോസ് ഏവൻഗേലിയോസ്തായും പറയുന്നുണ്ട്. പ്രിയ സ്നേഹിത, കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനെ സേവിക്കുകയും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തോടൊപ്പം സ്വർഗരാജ്യത്തിലെ നിത്യതയിൽ നമുക്ക് വസിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.